ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. ആക്ച്വലി നമ്മുടെ കല്യാണത്തിന്റെ കുറച്ച് പർച്ചേസിന് വേണ്ടി പോകാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. അപ്പം നല്ലൊരു പ്രശ്നമുണ്ട്. രാവിലെ തൊട്ട് എന്താണ്ട് കണ്ണിൽ പോയിട്ട് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ പർച്ചേസ് വീഡിയോ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാനും ചിന്നു എന്തായാലും ഉണ്ട്. അപ്പോൾ ഞങ്ങളോട് ഇന്ന് വരുന്നത് ചേട്ടനും മോളുമാണ് വരുന്നത്. അപ്പം വേറെ ആരും വരുന്നില്ല. അപ്പം ഞങ്ങൾ 4 പേര് മാത്രമേ പോകുന്നുള്ളൂ. അപ്പം കുറേ അധികം സാധനങ്ങൾ മേടിക്കാനുണ്ട്. എന്താവുമെന്നറിയാം. ഇപ്പോൾ തന്നെ ഏകദേശം ഉച്ചയായി, നല്ല വെയിലുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് മഴയും വെയിലും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തായാലും പോയിട്ട് വന്നതിന് ശേഷം സാധനങ്ങൾ എന്തൊക്കെ വാങ്ങുന്നുള്ളത് നിങ്ങളുടെ വിശേഷം കാണിക്കാം. അപ്പോൾ അവരെന്തായാലും ചിന്നിൻ്റെ വീട് വഴിയാണ് വരുന്നത്. അപ്പോൾ അവർ ഓൾറെഡി അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. ഞാനിനി ജസ്റ്റ് ഇറങ്ങിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാറിൽ കയറിയിട്ട് കാണാം. നമ്മളിപ്പോൾ റോഡ് എത്താറായി. വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. നോക്കാം, ഞാനിപ്പം ഹാഫ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്നതിന് മുന്നേ അവർ റോഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി കാറിൽ കയറുക പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുടയും മടിയൊക്കെ മഴ ആയതുകൊണ്ട് എൻ്റെ അടുത്ത് കുടയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുടയൊക്കെ എടുത്താണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ കുടയൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് ട്രിവാൻഡ്രത്തിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് 1-2 ഷോപ്പിൽ കൂടെ കയറാനുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പം ഞങ്ങളുടെ ഗൗണിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ടർക്കോയിസ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ് നമുക്ക് മേടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ മേടിച്ചു. നെറ്റും ഗൗണും എൻ്റെ സിൽക്കിൻ്റെ തുണിയൊക്കെ നമ്മൾ മേടിച്ചു. എന്നാലും കുറച്ച് സാധനങ്ങളുടെ ഷോർട്ടേജ് വന്നുകൊണ്ട് നമ്മൾ അതും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പം നമ്മൾ കുറേ സാധനങ്ങൾ കിട്ടി. നിങ്ങൾ ഇതിൻ്റെ മുന്നേ 2 വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ കുറേ സാധനങ്ങൾ ഞങ്ങൾ 2 ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് പോകുന്നത് കുറച്ച് ചർച്ച് ഡെക്കറേഷനുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആ ഗൗണിന് വേണ്ടുന്ന കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ട് ഇനി നമ്മൾ അടുത്തൊരു ഷോപ്പിലും കൂടെ പോകാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സാധനം നമ്മൾ വാങ്ങുന്നത് ചർച്ച് ഡെക്കറേഷൻ്റെ ഫ്ലവേഴ്സും മറ്റ് ആക്സസറീസാണ്. അതുപോലെ നമ്മൾ ക്രിസ്ത്യൻ വെഡിങ് എന്ന് പറയാം, ഒരുപാട് പെൺകുട്ടികളുണ്ടാകും, ബോയ്സ് ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഇടാൻ പറ്റുന്ന ആക്സസറീസും കൂടെയാണ് നമുക്ക് ഇന്ന് മേടിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ വഴിയും മഴയൊന്നും വന്നിട്ടില്ല. പ്ലസൻ്റായിട്ട് അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ടൈമിൽ മാക്സിമം പർച്ചേസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ കണ്ട ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം വേറൊരു ഷോപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമുക്കൊരു ഈ മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ മോളുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവൾക്ക് ഇന്ന് ആനുവൽ കൂടെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ പർച്ചേസും കൂടെ നമ്മൾ ഇതിനോട് നടത്തുന്നത്. അതായത് നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ പർച്ചേസും ആനുവൽ ഡേ പർച്ചേസും കൂടെ നമ്മൾ ഇതിനകത്ത് നടത്തുകയാണ്. അപ്പോൾ 2 വീഡിയോയും കൂടെ നമ്മൾ ഒന്നിച്ചാക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് നമുക്ക് 1-2 സാധനങ്ങൾ കിട്ടി. ഞങ്ങൾ ഇനി നേരത്തെ ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. പക്ഷെ പോകുന്ന വഴിക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു അടിപൊളി മഴ കിട്ടി. കാരണം ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്, പക്ഷേ ഇത്രയും ഹെവി ആയിരിക്കും ഞങ്ങൾ ഒട്ടും കരുതിയില്ല. അപ്പോൾ ഞങ്ങൾ ആ മഴയിലും കാറിൻ്റെ ഗ്ലാസ് കാണാൻ പറയും. ഇപ്പം ശകലം മഴയൊക്കെ മാറിയിട്ടുണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് അടുക്കും തോറും. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഓൾറെഡി സിറ്റിക്കകത്തെത്തി. ഞങ്ങൾ പോകുന്നത് കറക്റ്റ് ചാല മാർക്കറ്റിലാണ് പോകുന്നത്. ട്രിവാൻഡ്രത്ത് ഏറ്റവും ഫേമസ് നിങ്ങൾക്ക് അറിയാം ചാല മാർക്കറ്റ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഏത് സാധനവും കിട്ടും, ഡെക്കറേഷൻ സാധനമായാലും എന്തായാലും. അപ്പം നമുക്ക് വേണ്ടത് ചർച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് വേണ്ടത്. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ഫ്ലവർ ഷോപ്പുണ്ട്. നിങ്ങൾക്ക് ഒറിജിനൽ ഫ്ലവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലാതെ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യലാണെങ്കിൽ അതും അങ്ങനെ. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മുടെ യൂട്ടിലിറ്റിക്ക് അനുസരിച്ചുള്ള എന്ത് സാധനവും നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഒരു കടയിൽ കയറി നമുക്ക് ഒരു സെറ്റ് ഓഫ് ഫ്ലവേഴ്സ് കിട്ടി. ഇനി അടുത്തൊരു ഷോപ്പിലും കൂടെ കയറി അവിടെ നിന്ന് നമുക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട്. കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞു നമ്മുടെ കളർ എന്ന് പറഞ്ഞാൽ ടർക്കോയിസ് ബ്ലൂവും പിങ്ക്, റാണി പിങ്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് പിങ്ക്, ആ ഒരു കളറാണ്. അപ്പം 2 ഇതിലേക്കുള്ള സാധനങ്ങൾ വാങ്ങണം. ചർച്ച് ഡെക്കറേഷൻ. അപ്പോൾ നിങ്ങൾ ഡെക്കറേഷൻ വീഡിയോസൊക്കെ നിങ്ങൾ ഇനി വരുന്നതിൽ കാണും. അപ്പം നമുക്ക് ഓൾറെഡി കുറേ ഫ്ലവേഴ്സ് ഞങ്ങൾ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ചു, ഇപ്പുറത്ത് വാങ്ങാനുണ്ട്. പിന്നെ കുറച്ചല്ലാതെ ഡെക്കറേഷൻ ഐറ്റംസ് തന്നെയാണ് നമുക്ക് ഇന്നത്തെ മെയിൻ സാധനം പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ ബൊക്കെ, ബാസ്ക്കറ്റ് കെട്ടാനുള്ള റിബൺ, അതിൻ്റെ കമ്പി, അതിൻ്റെ ഡെക്കറേഷൻസ്, പിന്നെ ടിയാര വയ്ക്കാനുള്ള കമ്പി, അതിലുള്ള ഫ്ലവേഴ്സ്, യൂണിറ്റി ക്യാൻഡിൽ, അങ്ങനെ എന്ന് വേണ്ട ഒരു ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് മേടിക്കുക. നമ്മൾ അതെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് ഈ ഒരു കടയിലാണ് വന്ന് ഗേൾസിനെ കൊണ്ടുവന്നാൽ ഒന്നും പറയണ്ട, അവർക്കൊരു സൂപ്പർ മാർക്കറ്റാണ്. അതായത് അവർക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കമ്മലോ വളയോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. ഒരു ഓൾമോസ്റ്റ് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് ലൊക്കേഷൻ ലവ്ലി ഫാൻസിയുടെ ഓപ്പോസിറ്റ് കടയിലാണ് നിങ്ങൾക്ക് അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ ഈ കടയെല്ലാം കയറി ഇറങ്ങി എല്ലാം പുറത്തിറങ്ങിയപ്പോൾ നല്ല അടിപൊളി മഴ, ചാല ഫുള്ള് നനഞ്ഞ് കുളിച്ച് നിൽപ്പുണ്ട്. എങ്കിലും നമ്മുടെ പർച്ചേസ് ഞങ്ങൾ വിട്ടിട്ടില്ല. ഞങ്ങളത് മുന്നോട്ട് പോകാൻ തന്നെ പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മൾ ചേട്ടൻ കാർ എടുക്കാൻ പോയേക്കാണ്. അപ്പോൾ ഞങ്ങൾ ആ സമയം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ കാറുമായിട്ട് വന്നു. ഇനി നമ്മൾ പോകുന്നത് ചാല മാർക്കറ്റിൽ കുറച്ച് പുറത്തോട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് ഈസ്റ്റ് ഫോർട്ടിലും കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെയും കൂടെ ആവശ്യത്തിന് നമ്മൾ പോകുന്നുണ്ട്. വണ്ടി നമ്മൾ ഇട്ടിരിക്കുന്നത് ഗാന്ധി പാർക്കിൻ്റെ അകത്താണ് നമ്മൾ വണ്ടി ഇട്ടത്. അപ്പോൾ അവിടെ എന്തോ ഒരു മീറ്റിംഗ് നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കുന്നത്.
അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നും ഇരുന്നും ഒന്നും വയ്യ മോനെ, സിറ്റി മുഴുവൻ നടന്ന് അളന്ന് തീർന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് RK മോളിലാണ്. അപ്പം നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മോളുടെ ആനുവൽ ഡേ കൂടെ, അപ്പോൾ അവൾക്ക് കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ട്. അപ്പം ഞങ്ങൾ അതും നമ്മുടെ വെഡ്ഡിങ് പർച്ചേസ് ഒരുമിച്ചാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ RK മോളിൽ നമുക്ക് ഏപ്രിൻ പോലത്തെ സാധനങ്ങൾ മേടിക്കണം. പിന്നെ അവൾക്ക് 1-2 കോസ്റ്റ്യൂം സാധനങ്ങൾ അവളുടെ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ചിന്നു അവളുടെ ടീച്ചറും കൂടെയാണ്. അപ്പം അവളുടെ 2 പർച്ചേസാണ് ഇവിടെ ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ RKയിൽ വന്നു, അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തു. പിന്നെ അവൾക്ക് 1-2 ഡ്രസ്സസ്, അത് ഏറ്റവും 4th ഫ്ലോറിലാണ് നമ്മൾ 4th ഫ്ലോറിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ RK വെഡ്ഡിങ് മോളിലെ വീഡിയോസ് നിങ്ങൾ കണ്ടതായിരിക്കും. നമ്മൾ ചിന്നുവിൻ്റെ വെഡ്ഡിങ് ഗൗൺ എടുത്തത് RK വെഡ്ഡിങ് മോളിൽ നിന്നാണ്. ഇത് നമ്മൾ സാധാരണ RK മോൾ, രണ്ടും ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഏപ്രിനും സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് താഴെ ഇറങ്ങണം. ഏകദേശം നമ്മൾ RK മോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരും ചത്തു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം അത്രയ്ക്കും വിശന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്ന ഒരു കുഴിമന്തി അടിക്കാനാണ്, കാരണം അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഫുള്ള് അൽഫാം കുഴിമന്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധനം വന്ന പാട് തന്നെ പിന്നെ ഞാൻ വീഡിയോ എടുക്കണമെന്നുള്ളതുകൊണ്ട് എല്ലാവരും സഹിച്ചിരിക്കുകയാണ്. എന്നാലും ചടപടയെന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു. സെർവിങ്ങൊക്കെ കുറച്ച് ആദ്യത്തെ മാത്രമുള്ള ഈ സ്പൂണൊക്കെ സെർവ്, പിന്നെ എല്ലാം കൈ കൊണ്ടൊക്കെ വാരി കഴിച്ചു. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ സെർവ് ചെയ്ത്, അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ നല്ല പക്ഷെ പറയാൻ കേട്ടെ, എന്താണ് നമ്മൾ സാധാരണ കഴിക്കുന്നതിനും കുഴിമന്തിക്ക് ഒരു അപാര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് വിശന്നിരുന്നാണോന്ന് അറിയില്ല, പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കുഴിമന്തിക്ക് സത്യമായിട്ടും. ഇതൊന്നും ബാക്കിയുള്ളവർക്കും കമൻറ്റ് പറയണമെന്നും പക്ഷേ ആർക്കും പറയാനുള്ള സമയം കിട്ടില്ല. ഈ കഴിക്കുന്നതിൻ്റെ വെപ്രാളത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ കുഴിമന്തിയൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിച്ചു. പക്ഷേ ഇന്നത്തെ പർച്ചേസ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പർച്ചേസ്. നമ്മളെ കല്യാണത്തിനുണ്ട് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ ഈ പർച്ചേസിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ച് കംപ്ലീറ്റ് ആയി. ചേട്ടൻ ഒരു മൊയ്ത്തോയും കൂടെ പറഞ്ഞു, ഒരു പാഷൻ ഫ്രൂട്ട് പറഞ്ഞു, ഒരു ബ്ലൂ ഓഷൻ, പിന്നെ ഒരു ഗ്രീൻ ആപ്പിൾ, അങ്ങനെ 3 മൊയ്ത്തോയും പറഞ്ഞു. ഞങ്ങൾ അതും കുടിച്ചിട്ട് വേണം സിറ്റി വിട്ടു. ഏകദേശം ഇറങ്ങിയപ്പോൾ 8:30 മണി കഴിഞ്ഞ് നമ്മൾ സിറ്റിയിൽ നിന്ന് ഇറങ്ങണം. ഇത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് തീരുന്നപ്പോൾ തന്നെ ഒരു സമയം. നമ്മൾ കുഴിമന്തി കഴിക്കുന്നത് ലേറ്റായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം സിറ്റിക്കകത്ത് മഴയും കൂടെ പെയ്തപ്പോൾ നിങ്ങൾക്കറിയാം നല്ല ബ്ലോക്കായിരിക്കും. അപ്പോൾ ആ ബ്ലോക്കെല്ലാം നമ്മൾ താണ്ടി ഏകദേശം ഞങ്ങളുടെ നാടെത്താറായപ്പോഴത്തേന് ഒരുവിധം റോഡൊക്കെ ഫ്രീ ആയി കിട്ടും. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോഴത്തേന് മഴയെന്നൊരു സാധനമില്ല, നല്ലൊരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഏകദേശം കുഴിമന്തി കഴിച്ചിട്ട് ഹാങ് ഓവറും പിന്നെ ക്ഷീണമൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് റിഫ്രഷ്മെൻറ്റിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 കഴിച്ചത്, ഞാനും ചേട്ടനും ബദാം മിൽക്കും, ചിന്നും ഒരു കട്ടൻ, പിന്നെ കുറച്ച് ഉഴുന്നുവട, ബദാമിൻ്റെ നട്ട്സ്, അത് ഇത്, പിന്നെ കുറച്ച് ബജ്ജിയൊക്കെ കഴിച്ച്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പർച്ചേസ് വ്ളോഗ്.